എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം വിക്ടോറിയൻ പീരീഡും വിക്ടോറിയൻ പീരീഡിലെ സോഷ്യൽ ക്ലാസിഫിക്കേഷനുമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 3 തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് അഥവാ വർക്കിംഗ് ക്ലാസ്. പക്ഷെ 4മതൊരു ക്ലാസ്സും കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു. അണ്ടർ ക്ലാസ് എന്ന പേരിൽ ഒരു കാറ്റഗറി കൂടി അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് സോഷ്യൽ സ്റ്റാറ്റ. പിന്നെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അവർ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. ഫ്യൂഡലിസത്തിൽ നിന്നും ഫ്യൂഡലിസത്തിൽ നിന്നും ഡെമോക്രസിയിലേക്കും അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്കും അവരുടെ സമൂഹം വഴിമാറാനായിട്ട് കാരണമായ കാലഘട്ടമാണ് നമ്മളീ പറയുന്ന ക്യൂൺ വിക്ടോറിയയുടെ ഏജ് എന്ന് പറയും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ്. സ്ത്രീക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ, സ്ത്രീക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അവളെ എങ്ങനെ സമൂഹം പരിഗണിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിന് നമ്മൾ പറഞ്ഞു വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് സ്ത്രീ താമസിക്കുന്നത്. അവളുടെ ആകെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുക, ഭർത്താവിനെ പരിചരിക്കുക, മക്കളെ പരിചരിക്കുക. മറ്റൊന്നിനും സ്ത്രീക്ക് അനുവാദം ലഭിക്കാത്ത ഒരു കാലഘട്ടം. പക്ഷെ നമ്മളവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ തന്നെ ഭരണാധികാരിയായിട്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരത്തിലൊരു അനീതി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. ശരിക്കും സ്ത്രീ ഭരണത്തിലിരിക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളാണ് കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത്. ഇവിടെ മാത്രം സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടമായിട്ട് ക്യൂൺ വിക്ടോറിയയുടെ ഏജ് മാറും. അതെന്തുകൊണ്ട്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതൊക്കെ അന്നത്തെ ക്യൂൺ വിക്ടോറിയയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച പാർലമെൻറ്റിൻ്റെ ചില പിടിവാശികൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ഇൻ ഡെവലപ്മെൻറ്റ്. ഒരു മേഖലയിലല്ല, സയൻസ്, ലിറ്ററേച്ചർ, പൊളിറ്റിക്കല്, റിലീജിയൻ, സയൻസ്, ആർട്ട് തുടങ്ങി സകല മേഖലകളിലും ഡെവലപ്മെൻറ്റിന് വഴിതെളിച്ച ഒരു കാലഘട്ടം. എങ്കിലും ഏതൊരു നാണയത്തിനും 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ എത്രയൊക്കെ നല്ലത് എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഈ കാലഘട്ടത്തിലും ഉണ്ടെങ്കിൽ അതെന്ത് എന്നുള്ളത് നമ്മൾ കണക്കാക്കണ്ടേ. അങ്ങനെ കണക്കാക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ. ഡിറ്റീരിയോറേഷൻ, താഴ്ത്തിക്കെട്ടൽ, തരം താഴ്ത്തൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു അടിച്ചമർത്തലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഇനിയുള്ളതാണ് ഇതിലും വലിയ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു ഘടകം, ചൈൽഡ് ലേബർ. സ്വന്തം കുടുംബത്തിൽ അച്ഛനും അമ്മയും ഒക്കെ പണിയെടുത്താലും വീട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ പോലും ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതിനെയാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, സൊസൈറ്റിയിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. കാരണം കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട കാലഘട്ടമാണ്. അതിന് പലർക്കും അവസരം ലഭിക്കാതിരിക്കുമ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ ആ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ചൈൽഡ് ലേബർ. Child labor was rampant throughout the Victorian period. A major reason attributing to it was the fact that the families did not earn much and the food prices had increased for certain duration. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഫാമിലീസിന് അവർക്ക് ജീവിക്കാൻ വേണ്ടതെങ്കിലും കണ്ടെത്താൻ പറ്റണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും ഒക്കെ വർക്കിന് പോയാലും ജീവിക്കാനുള്ള വക കണ്ടെത്താൻ കഴിയാതിരിക്കുക. ആ സാഹചര്യത്തിലാണ് കുട്ടികൾ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. This made it difficult for the earning
members to earn enough to buy food and satisfy the requirement of the family. ഫാമിലിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഫാമിലിയിൽ മുതിർന്നവർ ജോലിക്ക് പോയിട്ട് പോലും കഴിയാതെ വരിക, ആ സാഹചര്യത്തിനുമാണ് കുട്ടികൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഓൾസോ ദ ഫാമിലി സ്ട്രക്ചർ കംപ്രൈസ്ഡ് ഓഫ് ഗ്രാൻഡ് പാരൻസ്, പാരൻസ്, ചിൽഡ്രൻ, aunts and uncles, etc. The number of the family members living together was burdensome. Thus, parents were forced to send their children to work and bring some money, more money. അപ്പോൾ ഇവിടെ ഒരുപാട് പേരുള്ള വലിയ ഫാമിലികൾ ഉണ്ടെങ്കിൽ അവിടെ 2-3 പേര് ജോലിക്ക് പോയതുകൊണ്ട് മാത്രം അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഫണ്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പാരൻസ് നിർബന്ധിതരാവുകയാണ്, താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ജീവിക്കണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ട് മക്കളെ കൂടി ജോലിക്ക് വിടേണ്ട ഒരു സാഹചര്യം അവിടെ പല ഫാമിലീസിലും ഉണ്ടാവുകയാണ്. വില്യം ബ്ലേക്ക് ആൻഡ് മെനി അതേഴ്സ് ക്രിട്ടിസൈസ്ഡ് ദ ടെക്സ്റ്റൈൽ മിൽ ഓണേഴ്സ് ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിക്കോസ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ദീസ് മിൽസ്. അപ്പോൾ വില്യം ബ്ലേക്ക് ഉൾപ്പെടെയുള്ള പലരും ഈ കുട്ടികളിങ്ങനെ മില്ലുകളിലൊക്കെ ക്രൂരമായിട്ട് പണിയെടുപ്പിച്ച് മൃഗീയമായിട്ട് പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ആസ് ഏർലി ആസ് 1841 ഓവർ 107,000 British children worked in a cotton textile mill and were the vast majority of employees in this industry. The factories and mills were more than happy to hire children because, due to their small size, they were able to work in the tight confines of machines that adult could not reach. അന്നത്തെ കാലഘട്ടത്തിൽ 100,000-ഓളം കുട്ടികൾ ടെക്സ്റ്റൈൽ മില്ലുകളിൽ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനസംഖ്യയിലെ നല്ലൊരു വിഭാഗം സ്റ്റുഡൻസും അല്ലെങ്കിൽ കുട്ടികളും ചൈൽഡ് ലേബറിന് വിധേയരാകുന്നു എന്നുള്ളതാണ്. പോരാത്തതിന് ഈ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ടെക്സ്റ്റൈൽ മില്ലിലുള്ളവർക്ക് ഭയങ്കര താല്പര്യമാണ്. അത് കുട്ടികൾ പണിയെടുത്ത് കാണാനുള്ള സന്തോഷമല്ല കേട്ടോ. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മെഷീനുകളുടെ ഉള്ളിലൊക്കെ കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പ്രായമായവർക്കും വലിയവർക്കും മുതിർന്നവർക്കും ഒന്നും അതിന് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ കടന്നു പോകാനും മെഷീൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പാർട്സിൽ വല്ല വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഈ കുട്ടികളെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒപ്പം ചുരുങ്ങിയ വേതനം കൊടുത്തുകൊണ്ട് അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പറ്റും. ഇതുകൊണ്ടാണ് ചൈൽഡ് ലേബറിനെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ ലേബേഴ്സായിട്ട് കിട്ടാനായിട്ട് ടെക്സ്റ്റൈൽ മില്ലുകൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. Another benefit of the factory owners were the children could be paid far less than the adults their same amount of work. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയ ശമ്പളം എന്നാൽ വർക്കൊക്കെ സെയിം ആണ് കേട്ടോ. The average work week a child labor was Monday to Saturday, often from 6 in the morning until 8 at the night. രാവിലെ 6 തൊട്ട് വൈകിട്ട് 8 വരെ എന്ന് പറഞ്ഞാൽ 14 മണിക്കൂറാണ് വർക്കിംഗ് ടൈം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ഒരു ജോലി സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അവിടെ കുട്ടികൾ പോലും വർക്ക് ചെയ്യുന്നത് 14 മണിക്കൂറാണ്. ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 1.25 ദിവസത്തെ ജോലിയാണ്. ആലോചിച്ച് നോക്കുക, എത്രയും ദുസ്സഹമായിട്ടുള്ള അവസ്ഥയാണ്. Because there were no law to protect children at the time, they had no right and were often given some of the most dangerous and dirty jobs. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരു സാഹചര്യം, ഒരു തരത്തിലുള്ള തൊഴിലാളി നിയമങ്ങളും നിലനിൽക്കാത്തൊരു കാലഘട്ടം. ഒപ്പം ഏറ്റവും മോശമായിട്ടും ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഖനികളിലൊക്കെയുള്ള ജോലികൾക്ക് പോലും കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി ഇംഗ്ലണ്ടിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്നു. They were often also beaten
by bosses for the smallest violation of the rules, such as falling asleep or arriving to work late. പോരാത്തതിന് രൂക്ഷമായിട്ടുള്ള പീഡനം, വർക്കിന് അല്പം ഒന്ന് ലേറ്റായാൽ മർദ്ദിക്കുന്ന അവസ്ഥ, 14 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് ക്ഷീണം മൂലം ഒന്ന് കണ്ണടച്ചു പോയാൽ അതിനും ശകാരം മാത്രമല്ല കഠിനമായിട്ടുള്ള ശിക്ഷണ നടപടികൾ, അത് കുട്ടികളാണെന്ന് പോലും പരിഗണിക്കാത്ത രീതിയിലുള്ള ക്രൂരമായ ശിക്ഷാ നടപടികൾക്ക് അവർ വിധേയരാവേണ്ടി വരും. Perhaps one of the most iconic occupation for children during the 19th century in England was chimney sweeps. This profession was incredibly dangerous. In addition to falling or getting stuck, both which could kill a young child, they were also constantly breathing in the soot and the ash, which caused lifelong lung problem for many former sweeps. അപ്പോൾ ഈ ചിമ്മിനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടൈൽ ഫാക്ടറിയുടെയും എല്ലാ കമ്പനികളുടെയൊക്കെ മുകളിലേക്ക് നിൽക്കുന്ന പുകക്കുഴലുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പുകക്കുഴൽ വൃത്തിയാക്കുന്ന ജോലിയാണ് കുട്ടികളെ കൂടുതലായിട്ട് ഏൽപ്പിക്കുക. ഈ കയറുന്നതിനിടയിൽ സ്റ്റക്കാവുകയോ അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ അതിലേക്ക് വരുന്ന ദുസ്സഹമായിട്ടുള്ള പുക ശ്വസിക്കുന്ന കുട്ടിക്ക് ലങ് പ്രോബ്ലം എന്തൊക്കെ ചെയ്താലും പിന്നെ പോവില്ല ജീവിതത്തിൽ. അപ്പം ചെറുപ്പത്തിലെ തന്നെ രോഗിയായിട്ട് മാറേണ്ടി വരും. പിന്നെ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനായിട്ട് അത് കാരണമായി തീർന്നേക്കും. Because of this horrid condition, many efforts were made to try protect chimney sweeps by the government. For instance, in 1840, a law was passed that made it illegal for anyone below the age of 21 to climb into a chimney in order to clean it. അപ്പോൾ 1840 അവരുടെ നിയമം പാസ്സാക്കി ഗവൺമെൻറ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ 21 വയസ്സിന് താഴെയുള്ള ഒരാളെ ചിമ്മിനി വൃത്തിയാക്കുന്ന ജോലി ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ശക്തമായിട്ട് ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കി. Unfortunately, the law was seldom enforced. In 1875, a new law was enacted which required every chimney sweep to be registered with the police. അപ്പോൾ ഇവർക്ക് നിയമം നടപ്പിലാക്കാൻ കൃത്യമായിട്ട് പറ്റിയില്ല. 1840 നിയമമൊക്കെ പാസ്സായി. പക്ഷേ 1875 പുതിയൊരു നിയമം കൊണ്ടുവരികയും ആ നിയമം വഴി ചിമ്മിനി സ്വീപ്സിനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് കൂടുതൽ ചൈൽഡ് ലേബേഴ്സ് ആ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് കാരണമായി തീരുകയും ചെയ്തു. വിക്ടോറിയൻ മൊറാലിറ്റി വലിയൊരു വിഷയമാണ്. സാൻമാർഗികത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, മോറൽ പോലീസിങ് എന്ന് പറയുന്ന വാചകം. അപ്പോൾ എന്താണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ മൊറാലിറ്റി എന്ന് നോക്കാം. As the name suggests, Victorian morality is defined as the distillation of the moral views of the people living during the time of Queen Victoria's reign, the Victorian era, and of the moral climate of Great Britain in the mid-19th century in general. The aforementioned moral views are widely regarded as austere and non-indulgent. Victorian morality also displaced zero tolerance towards sexual promiscuity and breaches of the law. Furthermore, individuals from this time were reported as maintaining incredibly dour dispositions. The Victorian era is seen as an era of contradiction, social movement that promoted public morality coincided with the divisive class system that imposed harsh living conditions on the working and lower classes. Dignity and repression were contrasted with child labor and rampant prostitution.
അപ്പോൾ മൊറാലിറ്റി എന്ന് പറയുന്നതിനൊന്നും ക്യൂൺ വിക്ടോറിയയുടെ ഏജിൽ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിപ്പോൾ കുട്ടികളുടെ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന കാറ്റഗറി എടുത്ത് നോക്കിയാലും, വിമൻ്റെ ഒരു എംപവർമെൻ്റ് ആയാലും, അല്ലെങ്കിൽ വിമൻസിന് ലഭിക്കുന്ന പ്രാധാന്യത്തെ നോക്കിയാലും, ഏത് മേഖല എടുത്താലും മൊറാലിറ്റി എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇമ്പോർട്ടൻസോട് കൂടി കണക്കാക്കിയിരുന്ന ഒന്നായിട്ട് ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാത്തിനെയും വളരെ മോശവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. എന്നിട്ടും ഒരു മികച്ച ഭരണകാലഘട്ടമായിട്ട് ഇംഗ്ലണ്ട് വിക്ടോറിയൻ പീരീഡിനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ അവസ്ഥയെ പൂർണ്ണമായിട്ടും പരിഗണിച്ചില്ലെങ്കിലും ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിന് വളരെ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് ക്യൂൺ വിക്ടോറിയൻ ഏജ് ഇത്രമേൽ ഇമ്പോർട്ടൻസോട് കൂടി ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫാമിലി സിസ്റ്റം എന്താണെന്നുള്ളത് വിമണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വിമണിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഫാമിലീസ് വേർ ആൻ ഓൾ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഇൻ ദ വിക്ടോറിയൻ ഇറ. മോസ്റ്റ് ഫാമിലീസ് ഡ്യൂറിങ് ദിസ് പീരീഡ് were quite large with 5 or 6 children on average. As such, their structure as patriarchal, the father as the head and everyone in the family fulfilling a specific role. ഇന്നത്തെ കാലഘട്ടത്തിലും അതിന് വലിയൊരു മാറ്റം ഇന്ത്യയിലും സംഭവിച്ചിട്ടില്ല. പാട്രിയാർക്കൽ തന്നെയാണ്. അച്ഛനാണ് പരമാധികാരി. അച്ഛന് കീഴിൽ എല്ലാവരും നിൽക്കുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുകൾ ഫാമിലിയിൽ നിർവഹിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിക്ടോറിയൻ പീരീഡിലും വലിയ മാറ്റമൊന്നുമില്ല. അച്ഛന് തന്നെയാണ് മേൽക്കോയ്മ. ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു, പോപ്പുലേഷൻ ഇൻക്രീസ് വളരെ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിന് ശരിവെക്കുന്ന രീതിയിൽ ഓരോ ഫാമിലിയിലും 5 or 6 കുട്ടികൾ വരെ ഉണ്ടാകുമായിരുന്നു. ഫോർ വിക്ടോറിയൻ പാരൻസ്, the upbringing of their children was the most important responsibility. ഇന്നത്തെ കാലത്തും വലിയ മാറ്റമൊന്നുമില്ല. എല്ലാ അച്ഛനമ്മമാരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക, അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക. They believed that a child must know right from wrong in order to adhere to strict moral code as an adult. Truthfulness was another Victorian moral that was taken very seriously. സത്യസന്ധരായിരിക്കുക, അത് ഫാമിലി തൊട്ടേ നിർബന്ധമാണ്. അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സത്യസന്ധമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയും സത്യത്തിന് അവർ കൊടുക്കുന്ന വാല്യൂ, ട്രൂത്ത്ഫുൾനെസ്, ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മികച്ചതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഘടകം. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ വിക്ടോറിയൻ സൊസൈറ്റി വളരെയധികം താല്പര്യമെടുത്തിരുന്നു, അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിരുന്നു. ദിസ് ഐഡിയ വാസ് യൂട്ടിലൈസ്ഡ് ആസ് എ വേ ഇൻ വിച്ച് ടു ഡിറ്റർമൈൻ someone's character. Victorians valued the moral character of a person more than the factual basis of his or her assertions. അപ്പോൾ ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലിയോ അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല, ഒരാളുടെ ക്യാരക്ടർ എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കിയിട്ടാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു മോറൽ ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിനെ കണക്കാക്കിയിട്ടാണ്. ഇനി ചാരിറ്റിയാണ്. ദ ആക്ട് ഓഫ് ചാരിറ്റി ടു ദ ഡിസർവിങ് പുവർ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി വിക്ടോറിയൻ ഇറ വാല്യൂ സിസ്റ്റം. വിക്ടോറിയൻ കാലഘട്ടത്തിൽ അവർ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന അടുത്തൊരു ഘടകമാണ് ചാരിറ്റി. സാമ്പത്തികപരമായിട്ട് അവഗണിക്കപ്പെടുന്ന അധകൃതരായി കിടക്കുന്ന വിഭാഗത്തിന് അനുകൂലമാകുന്ന തരത്തിൽ കൃത്യമായിട്ടും ഡൊണേഷൻസ് പ്രൊവൈഡ് ചെയ്യുക.
അതാണ് ചാരിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. The deserving poor included the sick and infirm, orphans and widows, and the elderly. പ്രായമായവർ, വിധവകൾ, അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ നിന്ന് വീണ്ടും കൗമാരത്തിലേക്കൊന്നും വളർച്ച പ്രാപിക്കാത്തവർ, അല്ലെങ്കിൽ അസുഖങ്ങളായിട്ട് കിടക്കുന്നവർ, അനാഥരായിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ കൃത്യമായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ചാരിറ്റിയും അന്നത്തെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കൊണ്ടുപോയിരുന്നൊരു സാമൂഹിക നീതിയായിരുന്നു. ഇറ്റ് വാസ് ദി ഒബ്ലിഗേഷൻ ഓഫ് ദി അപ്പർ ക്ലാസ് ടു കെയർ ഫോർ ആൻഡ് മാനേജ് ദ റിമൈൻഡർ ഓഫ് ദി പോപ്പുലേഷൻ. Victorian era charities saw the role of the church start evolving, becoming the main instrument of charity. Charity was about involving very being in the some kind of social service and good work. Despite the stark quality of life between wealthy and impoverished Victorian, the former did attempt to help the latter. During this era, members of the upper class founded institutions known as raised schools. The inception of raised school began in 1844 and was located in the working class communities. Affirms in addition to free education, many raised schools also offered shelter, food, and clothes for poor children. These institutions furthermore helped less fortunate young people to learn reading, arithmetic, writing, and biblical scriptures. അപ്പോൾ അന്നത്തെ കാലത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവർ റേജ്ഡ് സ്കൂൾസ് എന്ന പേരിൽ സ്കൂൾസ് സ്ഥാപിച്ചിരുന്നു. അനാഥരായിട്ടുള്ള പാവപ്പെട്ട, പഠിക്കാൻ സാമ്പത്തികപരമായിട്ട് ശേഷിയില്ലാത്തവരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ട മിനിമം സ്കൂളിംഗ് നൽകുന്നതിനും വേണ്ടിയിട്ട് റേജ്ഡ് സ്കൂളുകൾ ആരംഭിക്കുകയും, അതുപോലെ തന്നെ ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കുന്നത് അവരുടെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് മാക്സിമം ഇമ്പോർട്ടൻസ് അവരവരുടെ ലൈഫിൽ കൊടുത്തിരുന്നു. മറ്റൊന്ന് സെക്ഷൽ പ്രോസ്പെരിറ്റി. ദ ഐഡിയ ഓഫ് predatory and repression were features of the Victorian era code of morality. Though there is evidence of the existence of a small collection of erotica from the Victorian era, one of the most famous being My Secret Life, which was written anonymously and discreetly distributed in the late 19th century. However, verbal and written communications regarding sexuality and emotions were often conveyed by using what was known as language of the flowers. More especially, it became popular to use flowers to send secretive messages of affection and love. അന്നത്തെ കാലഘട്ടത്തിൽ സെക്ഷൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്, ഒരു ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് നിലനിന്നിരുന്നത്, അവരുടെ സ്നേഹം അവർ മെസ്സേജ് വഴിയായിട്ട് പൂക്കൾ കൊടുത്തയക്കുന്നതിലൂടെ, ഒരു പൂവിലൂടെ തൻ്റെ സ്നേഹം അറിയിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വിക്ടോറിയൻ പീരീഡിനെ കണക്കാക്കുന്നത്. ഡ്യൂറിങ് ദ വിക്ടോറിയൻ ഇറ, ദ പബ്ലിക്കേഷൻ ഓഫ് ഫ്ലവർ ഡിക്ഷണറീസ് എക്സ്പ്ലെയിനിങ് ദ മീനിങ് ഓഫ് പ്ലാന്റ്സ്, flowers and herbs sparked the spread of this language throughout Europe. അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന പല പബ്ലിക്കേഷൻസിലും ഒരു പ്ലാന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇപ്പോൾ പ്രണയത്തിൻ്റെ സിമ്പിളായിട്ട് പൊതുവേ പറയാറുള്ളതാണ് റോസ്. അതുപോലെ ഓരോ ഫ്ലവേഴ്സിനും, ഓരോ ഹെർബ്സിനും, ഓരോ ചെടികൾക്കും മീനിങ് കൽപ്പിച്ചു കൊടുക്കുക. അതെന്തിൻ്റെ സിമ്പിളാണ്? ഒരു പാരൻ്റൽ ലവിൻ്റെ സിമ്പിളായിട്ടൊരു പൂവിനെ ചിത്രീകരിക്കുക, ഒരു പ്രണയിനിക്ക് പ്രണയിതാവ് കൊടുക്കുന്ന പൂവിന് മറ്റൊരു സിമ്പിൾ ചിത്രീകരിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് ചിത്രീകരണങ്ങളിലൂടെ
ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. ദിസ് വാസ് ദി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ സെയിം ഫ്ലവർ could have opposite meanings depending on how it was arranged to or delivered. Different social classes in Victorian times were held to different standards when it came to sexual prosperity. The upper and the middle class Victorians strictly enforced to believe and values so that women could continue to be seen as pure. In contrast, it was not too strict for those belonging to the working class. ഉയർന്ന ക്ലാസ്സുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ ക്ലാസിഫിക്കേഷനും സെക്ഷൽ പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നുള്ളൂ. താഴേക്കിടയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പൂക്കളുടെ വേർതിരിവോ ഏത് പൂവാണ് ഏത് അവസ്ഥയിൽ കൊടുക്കേണ്ടതെന്നോ അങ്ങനെയുള്ള തരംതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ക്ലാസ്സിന് എല്ലാം വളരെ കോമൺ ആയിട്ടുള്ളൊരു സാഹചര്യം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നു. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈല് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് കാണാനായിട്ട് പോകുന്നത്. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ വെൽത്തി ഇൻഡിവിജ്വൽ ആൻഡ് പുവർ ഇൻഡിവിജ്വൽ കുഡ് നോട്ട് ഹാവ് ബീൻ സ്റ്റാർക്കർ ഡ്യൂറിങ് ദ വിക്ടോറിയൻ ഇറ. The high class enjoyed luxurious homes and amenities such as beautiful garden and servants to cater to their every need. By contrast, poor people from this period experienced the polar opposite of luxury. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിരോധ ആഭാസം എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ പറയും. രണ്ട് ഗ്രൂപ്പും രണ്ട് രീതിയിലുള്ള ക്വാളിറ്റിയാണ് എൻജോയ് ചെയ്യുന്നത്. ഇതിൽ റിച്ച് ക്ലാസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പിന് ലക്ഷറീസും അവർക്ക് വേണ്ട എല്ലാ എമ്യൂണിറ്റീസും അവൈലബിൾ ആണ്. അവരുടെ ജീവിത സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ലാർജാണ്. അതേസമയം പുവർ എന്ന് വിളിക്കപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിക അല്ലെങ്കിൽ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കട്ടി വീണ്ടും വീണ്ടും കനമുള്ളതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അതിൽ നിന്നൊരു ഉയർച്ച എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. അപ്പുറത്ത് എന്താണോ കിട്ടുന്ന ലക്ഷറി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇപ്പുറത്തുള്ള വർക്കിംഗ് ക്ലാസ്സിന് ലഭിക്കുന്ന പുവർ പീപ്പിളിന് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും. ഒരാളെ എല്ലാ സൗകര്യങ്ങളുടെയും സുഖലോലുപതയുടെയും അങ്ങേയറ്റത്ത് പോയി നിൽക്കുമ്പോൾ ഒരാൾ ഒന്നുമില്ലായ്മയുടെ താഴ്ചയിൽ നിന്നിട്ട് വീണ്ടും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Many less fortunate individuals were forced to make do by living in one small room and going without windows, heat or even running water. അപ്പോൾ ചില സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അവന് വേണ്ടതായിട്ടുള്ള ഒന്നും ലഭിക്കാത്ത സാഹചര്യം, ഈവൻ കുടിവെള്ളം പോലും കൃത്യമായിട്ട് അവൈലബിൾ അല്ലാത്ത ജീവിത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നവൻ്റെ വിഷമം അല്ലെങ്കിൽ അവൻ്റെ കഷ്ടപ്പാട് എല്ലാ സുഖലോലുപതയിലും ജീവിക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിളുകളാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാറ്റും വെളിച്ചവും കടക്കാനായിട്ട് അല്പം ജനാലകളുള്ള ഒരു ഷെൽട്ടർ പോലും ലഭ്യമല്ലാത്തൊരവസ്ഥയാണ് പുവർ പീപ്പിൾസിന് ഉണ്ടായിരുന്നത്. Many wealthy people did not need to work since they already had an abundant source of resources. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പണക്കാരന് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഉന്നമനമുള്ളൊരു ഫാമിലിയിൽപ്പെട്ട ആൾക്ക് ഒരു ജോലിയും ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ കയ്യിലുള്ള വെൽത്തിനെ അവന് തന്നെ ഇൻക്രീസ് ചെയ്യാം. അവൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ വേറെ വല്ലവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവന് വലിയൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാം. അവന് പണം ഉണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ മില്ല് തുടങ്ങി അവിടെ ചുരുങ്ങിയ വേതനത്തിൽ കുറേ ചിൽഡ്രൻസിനെ ലേബേഴ്സാക്കി വെച്ച് അവന് ഒരുപാട് പൈസ കൂടുതലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അവർക്കൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. പണിയെടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മറ്റൊരു വിഭാഗം അവിടെ ഉള്ളതുകൊണ്ട്
എന്താണ് ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ല. However, impoverished individuals were forced to work for the sake of putting food on their tables. പക്ഷേ ഇതിനൊന്നും സൗകര്യപ്പെടാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ടി വരികയും സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ മാത്രം സ്വന്തം ടേബിളിൽ ഭക്ഷണം എത്തുകയും ചെയ്യുന്ന ഒരു വർക്കിംഗ് ക്ലാസ് വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എന്ത് എന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. In many cases, the poor children of this era were forced to work along with their parents. Less fortunate family who lacked homes and jobs usually lived in workhouses. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾ പാരൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പലർക്കും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ പലരും എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ അന്തി ഉറങ്ങേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ പലയിടത്തും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. In many regards, the middle class was considered to be part of upper class, seeing as they too lived comfortably, unlike the lower class middle class men generally held occupation as attorneys, doctors, shopkeepers, bankers, merchants and factory owners. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ലോവർ ക്ലാസ് ഗ്രൂപ്പ് മാത്രമാണ് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റേ മിഡിൽ ക്ലാസ്സിൽ പലതരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഡോക്ടർമാർ, ബിസിനസ്സുകാർ, ഷോപ്പ് കീപ്പേഴ്സ്, മാനുഫാക്ചറിങ് ഗുഡ്സിൻ്റെ കമ്പനി ഉള്ളവർ. അപ്പോൾ ഇതൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്പം കൂടി ഇമ്പ്രൂവ്ഡാണ്. വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സാധാരണക്കാരന് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ് ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് അനുഭവിക്കേണ്ടി വന്നു. The Victorian era maintained positive and negative aspects. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്, നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. While there were certain effort to better the lives of the less fortunate. വലിയ സാധ്യതകളും സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില നടപടികളെങ്കിലും ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. The life someone lived greatly depended upon which family they were born into. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, എല്ലാ മേഖലയും എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫാമിലിയിലാണോ ജനിക്കുന്നത്. ഇപ്പം ഞാനൊരു റോയൽ ക്ലാസ് ഫാമിലിയിൽ വന്ന് ജനിച്ചാൽ എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും. പക്ഷേ എൻ്റെ ഫാദർ വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ ഫാമിലിയിൽ വന്ന് ജനിച്ചാൽ പിന്നെ എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. ഒരു കോമൺ വർക്കറായിട്ട് തന്നെ മാറുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ ഏത് ഫാമിലിയിൽ വന്ന് ജനിക്കുന്നു എന്നുള്ളത് പോലും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ഡിസൈൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. മെമ്പേഴ്സ് ഓഫ് ദ വിക്ടോറിയൻ ഇറ prided themselves on being individualist, yet women were denied rights, opportunities and the freedom to exist independently of men. സ്ത്രീകൾക്ക് ഇവിടെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ലഭിക്കുന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കാനോ സ്വന്തമായിട്ടിപ്പോൾ ഒരു പുരുഷൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്കതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നത്. ഒരു തരത്തിലും യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ലഭിക്കാത്ത ഒരു വിഭാഗമായിട്ട് വിമൺ മാറാനായിട്ട് തുടങ്ങി. Members of the lower class were unable to move up and create a better life for themselves via hard work. With a very few exceptions, Victorians who were born poor also died poor. Child labor and prostitution were also rampant throughout the reign of Queen Victoria. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ പാവപ്പെട്ട ഒരു വിഭാഗത്തിൽ ജനിക്കുകയും അവൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവൻ ഉയർച്ചകൾ നേടിയെടുത്ത്
മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. വളരെ റയർ, ഉണ്ടെങ്കിൽ തന്നെ വളരെ റയർ. ബാക്കി മെജോറിറ്റിയും പൂവറായിട്ട് ജനിച്ചെങ്കിൽ പൂവറായിട്ട് തന്നെ മരിക്കുന്നു. അവന് പിന്നീട് ഒരു ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അവൻ ജനിച്ച ആ അവസ്ഥയിൽ തന്നെ അവന് മരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് കൂടി വരുന്നതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ കൂടി വന്ന മറ്റൊരു തൊഴിൽ വിഭാഗമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. വേശ്യാവൃത്തി വളരെ കൂടുതലാവാൻ തുടങ്ങി. കാരണം നോബിൾ ക്ലാസ്സിലും നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഓർഡർ ക്ലാസ്സിലുമുള്ള ആളുകൾ ഈ പൈസ കൊടുത്ത് സ്ത്രീകളെ സെക്ഷലി യൂസ് ചെയ്യുന്നത് കൂടാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കിന് കൂടുതൽ ആൾക്കാരെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് തുടങ്ങി. സെവറൽ സ്കോളേഴ്സ് ലൈക്ക് severely criticized the strict implementation of Victorian morality. Marxists have analyzed it as a function of capitalism and class domination. അപ്പോൾ ഇവരുടെ ഈ മൊറാലിറ്റി, ശക്തമായിട്ടുള്ള ഈ റിജിഡിറ്റി, പാവപ്പെട്ടവനായിട്ട് തന്നെ ജീവിച്ച് മരിക്കണമെന്നുള്ള ഈ ഒരു ദുർവാശി പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർക്സിയൻ സ്കൂള് അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. കാരണം മാർക്സ് പറയുന്നത് പണിയെടുക്കുന്ന തൊഴിലാളി അവൻ്റെ ജീവിത സാഹചര്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അവൻ അവരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരണം. തൊഴിലാളികളുടെ ഒരു സമൂഹത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും ഈക്വാലിറ്റി ലഭിക്കണം. പക്ഷേ ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ ഈക്വാലിറ്റി ലഭിക്കുന്നില്ല. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവൻ പാവപ്പെട്ടവനായി ജീവിച്ചു മരിക്കുന്നു. പണക്കാരനായവൻ ഒരു പണിയും ചെയ്യാതെ എല്ലാ സുഖലോലുപതിയും അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു മൊറാലിറ്റിയുടെ റിജിഡിറ്റി പലരും വിമർശിച്ചിട്ടുള്ള ഒന്നാണ്. ഫെമിനിസ്റ്റ് ഹാവ് ഇൻഡിക്കേറ്റഡ് Victorian morality as an instrument of sexual politics, a way in which men kept their wives in servitude. The Victorian age felt so uncomfortable about human sexuality. A lady or gentleman of the Victorian era simply could not discuss the topic in polite company. At the same time, the period witnessed tremendous progress in the social and cultural lives of the people of Britain. അപ്പോൾ ഇവിടെ സെക്ഷുവൽ ഈക്വാലിറ്റി പോലും ലഭിക്കാത്ത, സെക്ഷുവാലിറ്റിയെ പറ്റി സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഒരു കാലഘട്ടമായിട്ട് ഇംഗ്ലണ്ടിൽ വിക്ടോറിയൻ പീരീഡ് കണക്കാക്കപ്പെടുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൽ വളരെ വലിയ വ്യത്യാസം അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഇനി അടുത്തത് റിലീജിയനാണ്. ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു രാജാവിൻ്റെ ഭരണ കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുള്ള ഒന്നാണ് റിലീജിയൻ. കാരണം റിലീജിയനെക്കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇംഗ്ലണ്ടിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആംഗ്ലിക്കൻ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗം, റോമൻ കാത്തലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ, പ്യൂരിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധം, സ്കോട്ട്ലൻഡിലൊരു പ്രിസ്ബിറ്റേറിയൻ ചർച്ച് തന്നെ രൂപീകരിക്കപ്പെടുന്നു. ആംഗ്ലിക്കൻ ആണെങ്കിൽ പോലും അതിന് വേറൊരു മുഖം നൽകിക്കൊണ്ട് പ്രിസ്ബിറ്റേറിയൻ എന്നുള്ള വിഭാഗത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു. എന്താ ആംഗ്ലിക്കനും പ്രിസ്ബിറ്റേറിയനും തമ്മിലുള്ള വ്യത്യാസം? വിശ്വാസത്തിലുള്ള വ്യത്യാസമല്ല. ആംഗ്ലിക്കൻ വിഭാഗത്തിൽപ്പെട്ടവർ റോമൻ കാത്തലിസത്തിന് എതിരായി മാർപ്പാപ്പയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് മാർപ്പാപ്പയുടെ അധികാരത്തെ മറികടന്നുകൊണ്ട് ബിഷപ്പിന് കൂടുതലായിട്ടുള്ള അധികാരം കൊടുക്കുന്നു. അവിടെയും ബിഷപ്പ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. എന്നാൽ പ്രിസ്ബിറ്റേറിയൻ ചർച്ചിൽ ആരാണോ മൂത്ത വ്യക്തി, അതായത് ഏറ്റവും പ്രായം ചെന്ന വ്യക്തി ആരോ അയാളെയാണ് പ്രിസ്ബിറ്റർ എന്ന് പറയുന്നത്. അയാളാണ് അവരുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അവർക്ക് ബിഷപ്പും ഇല്ല, മെത്രാനും ഇല്ല, കർദിനാളും ഇല്ല, ആരുമില്ല. വയസ്സിന് മൂത്തതാരോ അവരാണ് റിലീജിയൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത് മാത്രമാണ് വ്യത്യാസം. പോപ്പിനെ എതിർക്കുന്ന കാര്യത്തിൽ ആംഗ്ലിക്കൻസും പ്രിസ്ബിറ്റേറിയൻസും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ റിലീജിയൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡ്യൂറിങ് ദ വിക്ടോറിയൻ പീരീഡ്
The people of England were very religious. ഭയങ്കര ഈശ്വരവിശ്വാസികളായിരുന്നു. Outward signs of religion were more obvious in Victorian Britain. Churches were built in the new industrial cities and about half of the population attended regularly. വലിയ പ്രത്യേകത നോക്കുക, വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ചർച്ചസ് പണിയുന്നതിന് വളരെ വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ടൗണുകളിലും തന്നെ മികച്ച രീതിയിൽ ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ചർച്ചുകൾ പണിതുണ്ടാക്കാനാണ് ഇവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ചർച്ചുകൾ പണിയുന്നത്? അവർക്ക് ദൈവത്തോടുള്ള ഡിവോഷൻ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് പൈസ ഒരുപാട് ചിലവാക്കി പള്ളി പണിതിട്ട് കാര്യമില്ല. അധകൃതരായിട്ട് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അതില്ലാതെ നമ്മൾ എത്ര വലിയ പൈസ കൊടുത്ത് എത്ര വലിയ പള്ളി പണിതിട്ടും യാതൊരു കാര്യമില്ല. പക്ഷേ വിക്ടോറിയൻ കാലഘട്ടത്തിൽ അത് തിരിച്ചറിയാനോ അത് മനസ്സിലാക്കി പള്ളിപ്പണിക്കല്ല പൈസ ചിലവാക്കേണ്ടതെന്ന് തിരിച്ചറിയാതെ അവർ വലിയ വലിയ പള്ളികൾ പണിയാനും വലിയ രീതിയിൽ അതിന് മുതൽ മുടക്കാനൊക്കെ തയ്യാറായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാനും പങ്കെടുക്കാനൊക്കെ ആൾക്കാരെ കിട്ടുമായിരുന്നു. പക്ഷേ ഒരു വിഭാഗം ഏറ്റവും താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് തീർക്കേണ്ട ഒരവസ്ഥ ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. In villages and older towns and cities, parishes continued to be centers of the life of the community, as they had been for centuries. People were not only very religious but also God-fearing. The Victorian age was marked by the religious earnestness and moral discipline. All eminent Victorians like Galston, Carlyle, John Bright, Newman and Tennyson were remarkable for their religious bias which colored their whole outlook. അന്നത്തെ കാലഘട്ടത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്, എല്ലാവർക്കും റിലീജിയന് ഭയങ്കര പേടിയാണ്. ദൈവം ശാസിക്കുമോ, ദൈവം കോപിക്കുമോ എന്നുള്ള ഒരു പേടി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ റിലീജിയൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. സൺഡേസിൽ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ പോകുന്നു. കാരണം ദൈവത്തിൻ്റെ കോപത്തിന് ഇരയാവാൻ നമുക്ക് താല്പര്യമില്ല. നാളെ പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവം നാളെ നമ്മളെ ശപിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ചിന്താഗതികളിലൂടെ ജനങ്ങളെ കൃത്യമായിട്ട് അവരുടെ കീഴിൽ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ റിലീജിയൻ്റെ കീഴിൽ അവരെ പിടിച്ചു നിർത്തി. പ്രധാനപ്പെട്ട എല്ലാ വിക്ടോറിയൻസും, പ്രത്യേകിച്ച് ഗാൽസ്റ്റോൺ ആയാലും കാർലൈൽ ആയാലും ജോൺ ബ്രൈറ്റ് ആയാലും ഒക്കെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യവും ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്, അവരുടെ ആ ഒരു സമൂഹത്തെക്കുറിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് തന്നെ വ്യത്യാസപ്പെടാനായിട്ടത് കാരണമായി തീർന്നു. Despite all this, Victorian period suffered from a time when Christianity was questioned. It was towards the end of the Victorian era when the foundations of the well-organized religion that people followed in an extremely disciplined manner received a severe blow. The period witnessed great religious activities and reforms. വളരെ മികച്ച രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ചേഞ്ചസിനും ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ റീഫോംസ്. എന്താ റീഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഫോർമേഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ്. നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് റീഫോർമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒന്നിന് കൃത്യമായിട്ട് പുനർനിർമ്മാണം നടക്കുമ്പോഴാണ് അതിന് റീഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള റീഫോർമേഷൻസ് നടപ്പിലാക്കാൻ ക്യൂൻ വിക്ടോറിയയുടെ കാലത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിലീജിയസ് അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ചൈൽഡ് ലേബറാണ് ഏറ്റവും ആദ്യത്തേത്.
എന്തുകൊണ്ട് ചൈൽഡ് ലേബർ ഇംഗ്ലണ്ടിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണമാണ് നമ്മൾ പറഞ്ഞത്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ ദുസ്സഹമായിട്ടുള്ള ജീവിത രീതിയിൽ അവർക്ക് രക്ഷപ്പെടണമെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഫുഡ് കഴിക്കണമെങ്കിൽ പോലും കുട്ടികളെ ജോലിക്ക് വിടേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവാൻ തുടങ്ങി. മറ്റൊന്ന്, ടെക്സ്റ്റൈൽ മില്ലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ മേഖലകളും ചൈൽഡ് ലേബറിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, 14-16 മണിക്കൂർ വരെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും ലോ വേജസ് കൊടുത്താൽ മതി എന്നുള്ളതുമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പുകളിലൂടെ കടന്നു പോകാനും അതുപോലെ തന്നെ മെഷീൻസിൻ്റെ ഉള്ളിൽ കടന്ന് അതിനെ വൃത്തിയാക്കുന്ന ജോലികൾ ചെയ്യാനും കുട്ടികളെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ള തിരിച്ചറിവാണ് ചൈൽഡ് ലേബറിന് ഇത്രമേൽ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. ഇനി മറ്റൊന്ന് ചൈൽഡ് ലേബറുമായിട്ട് സംബന്ധിച്ചുള്ളത് ചിമ്മിനി സ്വീപ്സ് ആണ്. ചിമ്മിനികളെ വൃത്തിയാക്കുന്ന ജോലിയിലേക്ക് കുട്ടികളെ കൂടുതലായിട്ട് ഏർപ്പെടുത്തുന്ന രീതി, അതും ഇംഗ്ലണ്ടിൽ വളരെ കൂടുതലായിരുന്നു. അത് പക്ഷേ നിയമം ഉപയോഗിച്ച് തന്നെ തടസ്സപ്പെടുത്തി. ഫാമിലി എന്ന് പറയുന്നു, മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇംഗ്ലണ്ടിൽ ഒരു വിഭാഗം വളരെയധികം മോശമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഫാമിലിയിൽ നമ്മൾ പറഞ്ഞു അച്ഛനാണ് പ്രാധാന്യം കൂടുതൽ, മറ്റുള്ള മെമ്പേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കുന്നു. ഒരു ഫാമിലിയിൽ 5-6 കുട്ടികൾ വീതം ഉണ്ടാവുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ പോലും ജോലിക്ക് പോകേണ്ട സാഹചര്യം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ചാരിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചാരിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പാവപ്പെട്ടവർക്ക് ഫുഡ് ഓഫർ ചെയ്യാനും അവർക്ക് ഫണ്ട് കൊടുക്കാനും ഓർഫൻസ്, വിഡോസ് അവരെയൊക്കെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്താൻ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു. സെക്ഷൽ പ്രോസ്പെരിറ്റി നമ്മൾ പറഞ്ഞിരുന്നു ഒരു വിഭാഗത്തിന് മാത്രമാണ്, അപ്പർ ക്ലാസ്സിന് മാത്രമാണ് സെക്ഷൽ പ്രോസ്പെരിറ്റി എന്നതിൻ്റെ പ്രാധാന്യം ലഭിച്ചിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള താല്പര്യം എന്താണെന്ന് പ്രകടമാക്കുന്ന തരത്തിൽ ഫ്ലവർ ഡിക്ഷണറികൾ പോലും ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാലഘട്ടമാണ് ക്യൂൻ വിക്ടോറിയയുടേത്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമ്മൾ പറഞ്ഞു വളരെ ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് പുവർ പീപ്പിൾസ് ജീവിച്ചിരുന്നത്. വർക്കിംഗ് ക്ലാസ് ആകെ നല്ല സാഹചര്യം ഉണ്ടായിരുന്നത് വെൽത്തിയസ്റ്റ് ക്ലാസ്സിനും അപ്പർ ക്ലാസ്സിനും മാത്രമാണ്. റിലീജിയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫിയറിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചർച്ചിൽ വരാനും വലിയ രീതിയിലുള്ള വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ചർച്ചുകൾ പണിതുണ്ടാക്കാനും അതിനെ കൃത്യമായിട്ട് വന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്കിൽ തന്നെ പോകാൻ താല്പര്യം കാണിച്ചിരുന്ന സമൂഹമാണ് വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൊറോണ വൈറസിനെതിരെ ശക്തമായിട്ട് പോരാടുക, സേഫായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.